ബി.ജെ.പി. നേതാക്കളെ സംരക്ഷിക്കുന്നത് പോലെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നതെന്ന് തിരൂർ സതീഷ്. ചാക്കുകെട്ടുകളിൽ പണം എത്തി അത് അന്വേഷിക്കാൻ പോലും ഇഡിക്ക് ഒഴിവില്ല. താൻ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ സത്യമായി ഉറച്ചു നിൽക്കുന്നു. നടന്നത് രാജ്യദ്രോഹ കുറ്റമാണെന്നും താൻ നിയമപോരാട്ടം തുടരുമെന്നും തിരൂർ സതീഷ് വ്യക്തമാക്കി. എന്തിനാണ് ഈ കൊടകര റോബറി നടന്ന സമയത്ത് ഈ പണം കൊണ്ടുപോയ ആള് എന്തിനാണ് ബി.ജെ.പിയുടെ നേതാക്കന്മാരെ ഫോണിൽ ബന്ധപ്പെട്ടത്? കള്ളപ്പണ ഇടപാടുകൾ നടത്തിയ ആളുകളെ അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസിയായ ഇഡി തന്നെയാണ്. അത് രാഷ്ട്രീയ സ്വാധീനം വെച്ചിട്ട് അട്ടിമറിക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിയമപരമായിട്ട് ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. ഇഡി ഇത് അന്വേഷിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ട് ഇഡി ഇതുവരെ എന്നെ ബന്ധപ്പെട്ടിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിട്ടുള്ള രീതിയിൽ അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നു. എന്ത് അന്വേഷണമാണ് ഇവർ നടത്തുന്നത് ഇഡി? അത് ശരിയല്ലല്ലോ. ആര് ചെയ്തതായാലും ഇതിപ്പോ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കാരണം പാർട്ടിയുടെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇഡി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക. ഞാൻ നിയമ നടപടി സ്വീകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിൻ്റെ രീതിയിൽ നടക്കുന്നുണ്ട്. ഒരു സത്യം എന്തായാലും കുറച്ച് വൈകിട്ടായാലും അത് വെളിച്ചം കാണും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം.